ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ അംഗം തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ പാൻ വെച്ചു, എന്നിട്ട് ഓയിലൊഴിച്ച് കടുവിടാണ്. ഇന്ന് നമ്മൾ മുട്ടക്കറിയാണ് റെഡിയാക്കണത്. മുട്ടക്കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും എന്തൊക്കെയാണ് കാപ്പി ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ? ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നു എല്ലാവരും ദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്ക് പിന്നെ ഈ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര കട്ടിയായി പോകും കേട്ടോ. എടുത്തെറിഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ ആണെങ്കിൽ ആൾ വടിയാവും, അങ്ങനത്തെ രീതിയിൽ ഉള്ള കട്ടിയായിരിക്കും. അത് കാരണം മിക്കവാറും എനിക്ക് പറ്റുന്ന എളുപ്പം മാറ്റി എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇനി എന്തായാലും എനിക്ക് ഇടിയപ്പം കറക്റ്റായിട്ട് നല്ല രീതിയിൽ വരുന്ന രീതിയിലാക്കി എടുക്കണം, എന്നാലേ അത് ശരിയാവുള്ളൂ. ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഇടിയപ്പം ചില സമയത്ത് ഫ്ലോപ്പായി പോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ മടിക്കും. എന്നാലും ഉണ്ടാക്കണം, ഇനി എന്തായാലും ട്രൈ ചെയ്യണം. ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. ചില സമയത്ത് നമ്മൾ സമയമില്ലാത്ത സമയത്ത് ഉണ്ടാക്കുമ്പോഴേ ഇടിയപ്പം കല്ല് പോലെ ഇരിക്കും. പിന്നെ ഭയങ്കര പാടല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ ചില സമയത്തേ ഉണ്ടാക്കുകയുള്ളൂ. ഇനി എന്തായാലും ക്ലിയർ ചെയ്യണം. നമ്മൾ രാവിലെ നമ്മൾ സവാളയാണ് ഇട്ട കേട്ടോ. സവാള അരിഞ്ഞ് നന്നായിട്ട് അരിഞ്ഞ് ഇട്ട് അത് ആഡ് ചെയ്തു. പിന്നെ ഞാൻ രാവിലെ തന്നെയാണ് എല്ലാ മലക്കറിയും കട്ട് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് വൈകുന്നേരം അങ്ങനെ സമയം കിട്ടാറില്ല. അതുപോലെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കേണ്ടത്, നമ്മളെപ്പോഴും ജോലിയായിരിക്കും. അപ്പോൾ വൈകുന്നേരം കുറച്ച് സമയമാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്. ആ സമയം കൈക്ക് ഒരു പണി കൊടുത്തുകൊണ്ടിരുന്ന് നമ്മൾ അതും ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഇതിലായിരിക്കില്ലേ. അപ്പോൾ എനിക്ക് വൈകുന്നേരം ഒന്ന് ഫ്രഷായി കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് അല്ലെങ്കിൽ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ് ഇഷ്ടം. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ വൈകുന്നേരം ഇനി കുറച്ച് ജോലിയൊക്കെ കുറച്ചൊന്ന് ക്ലിയർ ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് മലക്കറി അരിഞ്ഞ് വെക്കുന്നതായിരിക്കും എളുപ്പമെന്ന്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഏതാണ് എളുപ്പം എന്ന്. എനിക്കറിയാം നമ്മൾ തലേദിവസമേ അരിഞ്ഞു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് രാവിലത്തെ പണി തീരുമെന്ന്. ഇനി എന്തായാലും ട്രൈ ചെയ്യണം. എന്ന് പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് കേട്ടോ. ചപ്പാത്തി ഞാൻ അല്പം ചെറു ചൂടുവെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ടാണ്, കുറച്ച് നെയ്യും കൂടി ഒഴിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു 10 മിനിറ്റൊക്കെ വെക്കും. 10 മിനിറ്റ് വെക്കുന്ന വെച്ചാൽ നമ്മൾ ആ സമയത്ത് നമുക്ക് സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കത് കുറച്ച് നേരം അതിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. എൻ്റെ ചപ്പാത്തിക്ക് വലിയ ഷേപ്പൊന്നും കാണില്ല കേട്ടോ. ചപ്പാത്തി ഷേപ്പില്ലാത്ത ചപ്പാത്തിയാണ്. പിന്നെ ഈ ഡക്കിനെ പോലെയും താറാവിനെ പോലെയും കോഴിയെ പോലെയൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കും. ആഫ്രിക്ക അങ്ങനെ ഓരോ ഡിസൈനാണ്. ചിലവർക്ക് നന്നായിട്ട് നല്ല ക്ലിയറായിട്ട് റൗണ്ടായിട്ട് പരത്തണം കാണാം കേട്ടോ. ഞാൻ പിന്നെ സ്പീഡ് ചെയ്യുന്നത് കൊണ്ടാണ്, നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ എനിക്ക് തോന്നുന്നു ക്ലിയറായിട്ട് വരുമെന്ന്. എന്തായാലും നമ്മൾ വയറിലോട്ടിടാനുള്ള സംഭവമല്ലേ, അത്ര ഭംഗിയൊന്നും വേണ്ട. അങ്ങനെ എന്നിട്ട് നമ്മൾ ചപ്പാത്തിയെല്ലാം കുഴച്ച് റെഡിയാക്കി പരത്തണുണ്ട്. ഇത് പരത്തുന്നത് ഭയങ്കര ഈ കുഴച്ച് പരത്തി ഉണ്ടാക്കുമ്പം സമയം പോകും. ഇന്നലെ രാവിലെ മാവെല്ലാം തീർന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചപ്പാത്തിയാണ് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരേ ഒരു ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. അങ്ങനെ നമ്മൾ ഇഞ്ചി ഇട്ട് കേട്ടോ. ഞാനിപ്പം വെളുത്തുള്ളി ചില സമയത്തേ ഞാൻ മുട്ടയ്ക്ക് ആഡ് ചെയ്യുള്ളൂ. ഇഞ്ചി മാത്രം ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഇഞ്ചി ഇട്ടു. എനിക്ക് ഇഞ്ചി കുറച്ചും കൂടി ഇടണമെന്ന് തോന്നി കേട്ടോ, അത്രയും പോരാന്ന് തോന്നി. അതുകൊണ്ട് ഞാനൊരല്പം ഇഞ്ചിയും കൂടി ചതച്ചിടുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചപ്പാത്തി കണ്ട ഈ ചപ്പാത്തിയുടെ ഷേപ്പ് ഉണ്ട്, എന്തോ ഒരു ഷേപ്പ്. അങ്ങനെ അങ്ങനെ നമ്മൾ ഇഞ്ചി വീണ്ടും കുറച്ചും കൂടി ആഡ് ചെയ്ത്, ഉപ്പ് നമ്മൾ ആഡ് ചെയ്യും സവാളയിൽ. അപ്പോൾ പെട്ടെന്ന് മൂത്ത് വരും എന്നാണ് പറയണത് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തു. ഇഞ്ചി നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് കേട്ടോ, അല്പം കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുകയാണ് വേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മുട്ട വെച്ച് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മുട്ട ഇങ്ങനെ ഭയങ്കരമായിട്ട് വേകുന്നത് ഇഷ്ടമല്ല കേട്ടോ, ലൈറ്റായിട്ടൊന്ന് വേവുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ മുട്ടയും വച്ചു. മുട്ട കറി ആക്കുമ്പോഴാണ് മുട്ട കഴിക്കാൻ ഇഷ്ടം. അവിച്ച മുട്ട എനിക്ക് സെപ്പറേറ്റ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മുട്ട കറിയാകുമ്പോൾ കുഴച്ച് നമ്മൾ മുട്ടയും ഉള്ളിക്കറിയും ദോശയും കൂടി ഇങ്ങനെ വെച്ച് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ചപ്പാത്തിയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നും. അല്ലാതെ മുട്ട മാത്രമായിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെയുള്ളവർ പറയണേ. എന്നിട്ട് നമ്മൾ തക്കാളി ആഡ് ചെയ്തു. തക്കാളി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വയ്ക്കണുണ്ടേ. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നേ. നന്നായിട്ട് ഉള്ളി കുഴഞ്ഞു. നമ്മൾ ഒത്തിരി ഉള്ളി ആഡ് ചെയ്താലും ഇത് നന്നായിട്ട് മൂത്ത് വയണ്ട് വരുമ്പോൾ നന്നായിട്ട് കുറയും. പിന്നെ നമുക്ക് രാവിലെ മാത്രം എടുക്കാനുള്ള കറിയാണ്, അതുകൊണ്ട് ഇത്രയും മതി. അല്ലാതെ കൂടുതലിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള സമയവും ഇല്ല.
അങ്ങനെ പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടിയാണ് കുറച്ച് മൂക്കാനൊരു താമസം. മല്ലിപ്പൊടി ഇട്ടു, പിന്നെ മുളക് പൊടി ഇട്ടു. പച്ചമുളക് ഇടണമായിരുന്നേ, ഞാൻ പച്ചമുളക് ഇട്ടില്ല. മുളക് പൊടിക്ക് കുറച്ച് എരി കൂടുതലുള്ളത് കൊണ്ടേ. ഇനി പച്ചമുളകും കൂടി ഇട്ടാൽ പിന്നെ ഭയങ്കര എരിയായിരിക്കും. പിന്നെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചു. എന്നിട്ടാണ് കേട്ടോ വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണുണ്ടേ. നന്നായിട്ട് നമ്മളൊന്ന് ഒരു കുറുകിയ കറിയാണ് കേട്ടോ, നിറച്ച് പാല് ചേർക്കണില്ല. ഒരു കുറുകിയ ഇതിലാണ് നമ്മൾ കറി എടുക്കുന്നത്. എന്നിട്ട് മുട്ട നമ്മൾ ആഡ് ചെയ്യണേ. മുട്ട പക്ഷേ നാടൻ മുട്ടയാണ്. ഇത് എനിക്കൊരു ചെറുതായിട്ടല്ലേ നമ്മളൊന്ന് ആവിച്ചെടുത്തോളൂ. നമ്മളിത് ഒരു കുറച്ച് നേരം വേവിച്ചുള്ളൂ കേട്ടോ. അതായത് ഒരു 8 മിനിറ്റ് ഒന്നും പോയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ വേവിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മുട്ട പൊളിച്ചെടുക്കണം, എന്നാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പം കുറച്ച് പൊളിഞ്ഞു പോയി. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇതെടുക്കുന്നത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളെല്ലാം കൂടി കുഴച്ച് ഡ്രൈ ആക്കിയിട്ട് ഒരു ചെറിയൊരു ഡ്രൈ ഫോമിലാണ് കറി കേട്ടോ. അങ്ങനെ മുട്ടക്കറിയൊക്കെ റെഡിയായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവമൊക്കെ റെഡിയായി കേട്ടോ. പിന്നെ നമ്മളിനി ഉച്ചത്തെ ഊണിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. നമ്മൾ പാനിൽ നിന്ന് മുട്ടക്കറി മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ ആ പാനിൽ തന്നെയാണ് വേറെ കറികൾ വെക്കുന്നത്. ചോറിന് ഞാൻ അടുപ്പത്ത് അരിയിട്ടു, തിളപ്പിച്ച് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഏത്തപ്പഴം അവിക്കാൻ വെച്ച് മോന് ഒരെണ്ണം അവിച്ചിട്ട് അത് ചിലപ്പം അങ്ങനെ കൊടുക്കും. അപ്പോൾ അതും മാറ്റിയിട്ട് നമ്മൾ വാള മീനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി നമ്മൾ ഇന്നത്തേക്ക് പൊരിക്കാൻ എടുക്കും. ഇന്ന് തന്നെ കറി വെക്കും കേട്ടോ. എന്നിട്ട് നാളത്തേക്ക് കറി വെച്ചതെടുക്കും. അപ്പം നമ്മൾ കറി വെക്കുന്ന മീൻ പിന്നീട് കറി വെക്കാമെന്ന് വിചാരിക്കുന്നത് അത് നല്ലതല്ല കേട്ടോ. ഫ്രഷ് മീൻ അപ്പം തന്നെ കറി വെച്ചാൽ നന്നായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ ഇടണം എന്നില്ല, പക്ഷേ എൻ്റെ മുളക് പൊടി ഭയങ്കര കളറാണ്. അപ്പോൾ ഒരു ഇത്തിരി ചേർത്താൽ തന്നെ ഭയങ്കര എരിയായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും ഇതില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി കൂടി ചേർക്കണത് കേട്ടോ. എന്നിട്ട് നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ എന്തായാലും അതങ്ങനെ വച്ചേക്കും കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ പൊരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അതും വെച്ചു. പിന്നെ നമ്മൾ ചോറ് വടിച്ച് വയ്ക്കുകയാണ്. ചോറ് വടിക്കുന്നതാണ് ഒരു ടാസ്ക് കേട്ടോ. ഞാൻ കുറച്ച് പേടിച്ചിട്ടാണ് വടിക്കുന്നത്. അങ്ങനെ ചോറും വടിച്ച് മാറ്റി വെച്ചു. പിന്നെ നമുക്കിനി കോവയ്ക്ക നമ്മളിനി പുളിശ്ശേരിയാണ് വെക്കുന്നത് കേട്ടോ. പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുളിശ്ശേരി. പിന്നെ തേങ്ങ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇടില്ല, കുറച്ച് ജീരകം, വെളുത്തുള്ളി, ഉപ്പ്, പിന്നെ പച്ചമുളക് കുറച്ച് നമ്മൾ ആഡ് ചെയ്യും. അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അരക്കണം കേട്ടോ. തൈരും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ അരച്ചെടുക്കും. ഞാൻ എൻ്റെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ എൻ്റെ അമ്മേരെ നിന്നാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. എനിക്ക് ആദ്യമൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ അമ്മയടുത്തെല്ലാം ചോദിച്ച് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് സാമ്പാർ വയ്ക്കാൻ പറഞ്ഞത് എൻ്റെ അമ്മുമ്മയാണേ. പാവം എൻ്റെ അമ്മുമ്മ ഇപ്പം ഇല്ല. എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അമ്മുമ്മയുടെ കാര്യം പറയും കേട്ടോ. പാവം അമ്മുമ്മയായിരുന്നേ. രുക്മിണി എന്നാണ് അമ്മുമ്മയുടെ പേര്. ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്കിങ്ങനെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ ആരുമില്ല, അമ്മയ്ക്കൊക്കെ എന്തോ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ കോളേജിലെങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മുമ്മയ്ക്ക് ജോലി ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ കിടന്നുകൊണ്ട് എനിക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നേ, മക്കളെ ഇതെടുക്ക്, പരിപ്പിട്, ഇത്രയും എടുക്ക്, അത് ചെയ്യ്, ഉള്ളി ഇത്ര എടുക്ക്, സാമ്പാറിന് ആദ്യം ഇത് ചെയ്യുക, അങ്ങനെ ഇങ്ങനെ. അപ്പം അങ്ങനെ എൻ്റെ അമ്മുമ്മേരെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് സാമ്പാർ വയ്ക്കാൻ പഠിക്കുന്നത്. ഞാനിത് മറന്നിട്ടേ ഇല്ല കേട്ടോ. പാവം പറയുമ്പോൾ എപ്പോഴും വിഷമാവും കേട്ടോ. ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എപ്പോഴും തോന്നും. നമ്മളിങ്ങനെ സംസാരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ വെള്ളരിക്ക അരിഞ്ഞ് അതും വെച്ച് കേട്ടോ. വെള്ളരിക്ക പുളിശ്ശേരിയാണ് വെക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ കടുവറുക്കണ വേറൊരു കുഞ്ഞ് ചീനിച്ചട്ടി ഉണ്ടായിരുന്നു, അത് കാണാനില്ല. അപ്പോൾ എനിക്ക് സമയമായി ലഞ്ച് റെഡിയാക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ
പെട്ടെന്ന് ഞാനൊരു കുഞ്ഞ് തവിയിൽ നമ്മൾ പുളിശ്ശേരിക്ക് നമ്മൾ കൂട്ടൊഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ അണച്ച് വെക്കണം ഗ്യാസ് കേട്ടോ. തിളപ്പിച്ചാൽ അത് കൊള്ളില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് മിക്സിയിൽ നമ്മൾ കുറച്ച് ശകലം ചൂടുവെള്ളം, തിളച്ച ചൂടുവെള്ളം ഇല്ലേ, അതാണ് നമ്മൾ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പ് നോക്കണമുണ്ട്. എന്നിട്ട് നമ്മൾ ഈ തവിയിൽ തന്നെ ശകലം എണ്ണ ഒഴിച്ച് ഉലുവയിട്ട് കടുവിട്ട് മഞ്ഞപ്പൊടി ഉലുവയിട്ട് കടുവിട്ട് നമ്മൾ അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് വറ്റൽ മുളക് അതും കൂടി ആഡ് ചെയ്ത് ആണ് ഇട്ടേക്കണം. നല്ല കളറുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇതിൽ തീരെ കളറില്ല. അങ്ങനെ പിന്നെ നമ്മൾ മീനെല്ലാം വറുത്ത് കോരി, ഫസ്റ്റ് നമ്മളിട്ട മീനാണിത് വറുത്ത് കോരണത് കേട്ടോ. അങ്ങനെ അതും വറുത്ത് കോരി. പിന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് ബാക്കി മീനിന് കുറച്ച് കഷ്ണമുണ്ട്, 2-3 കഷ്ണം കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി അതിൽ തന്നെ ഇട്ട് പൊരിക്കാൻ പോവുകയാണ് കേട്ടോ. അതും വെച്ചു. ചൂടോടെ മീൻ പൊരിച്ച് കഴിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. ഞാനിതിപ്പം രാവിലെ പൊരിച്ചിട്ട് ഞാനിത് ഉച്ചയ്ക്ക് കഴിച്ചപ്പം എനിക്ക് അത്ര ഒരു സുഖം തോന്നിയില്ല. എനിക്ക് ചൂടോടെ നമ്മൾ അപ്പം ഫ്രൈ ചെയ്യണമായിരുന്നു സമയം നല്ലത്. പിന്നെ അപ്പം സമയമൊന്നും കിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അപ്പം തന്നെ എല്ലാം പൊരിച്ചെടുത്ത് കേട്ടോ. പിന്നെ നമ്മൾ കോവയ്ക്ക വിഴുക്ക് വരട്ടിയാണ് വയ്ക്കുന്നത് കേട്ടോ. കോവയ്ക്ക വിഴുക്ക് വരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ചമുളകും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കണം. അടച്ച് വെച്ച് നന്നായിട്ട് മൂക്കും കേട്ടോ. അങ്ങനെ എല്ലാം അരിഞ്ഞെടുക്കുകയാണ്. രാവിലെ തന്നെയാണ്, ഞാൻ പറഞ്ഞതുപോലെ രാവിലെ തന്നെയാണ് എൻ്റെ അരിയലും എല്ലാം. രാവിലെയാണ് എൻ്റെ അംഗം ഫുള്ളും, അടുക്കള ഫുള്ളും കുളമാകും രാവിലെ. എല്ലാ വീട്ടിലും ഇങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. നമ്മൾ രാവിലെ അടുക്കളയെല്ലാം ചിലവർ ഭയങ്കര ഓർഗനൈസായിട്ട് ചെയ്ത് വെക്കും കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു തലേ ദിവസം അരിയുന്നവർക്ക് രാവിലെ ഇങ്ങനെ അടുക്കള ഭയങ്കരമായിട്ട് മിസ്സാവത്തില്ലെന്ന് തോന്നുന്നു, കുളമാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ചെയ്യണത് എല്ലാം രാവിലെ തന്നെയാണ്. തേങ്ങ തിരുവുന്നതും അരിയുന്നതും എല്ലാം രാവിലെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അടുക്കള. എൻ്റെ അടുക്കള ഭയങ്കര കുളമായിരിക്കും രാവിലെ. പിന്നെ മോൻ എണീറ്റ് വന്നു കേട്ടോ. പിന്നെ ഞാൻ അവനെ എടുത്തു വെച്ച് അവൻ എടുക്കണമെന്ന് പറയും. നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ അവൻ എടുക്കാൻ പറ്റുന്ന സമയത്ത് വേണ്ടെന്നും പറയും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കടുവിട്ട് കറിവേപ്പില ഇടുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറും നല്ല ഒരു സംഭവമാണ് കേട്ടോ. ആ ഓയിലിൽ കിടന്ന് കറിവേപ്പിലയിലുള്ള ഫ്ലേവറെല്ലാം ഇറങ്ങും. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ആഡ് ചെയ്ത്, വീട്ടിലുള്ള പച്ചമുളകാണ് ഇട്ട് ഒട്ടും എരിയില്ല കേട്ടോ. അത് ഒരു 3 പച്ചമുളക് അതും ആഡ് ചെയ്ത് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് അതും കൂടി ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കണുണ്ട്. അങ്ങനെ അടച്ച് വെച്ച് അപ്പം ഇത് ഇരുന്ന് ആയിക്കോളും. ആ സമയം കൊണ്ട് നമ്മൾ മീനെല്ലാം മാറ്റി കേട്ടോ. മീനെല്ലാം മാറ്റി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ചെയ്യാനുള്ളത് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലീൻ ആക്കണം. നമ്മുടെ കിച്ചൺ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കണം. എന്നിട്ട് നമ്മൾ പാല് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതും കൂടി ചെയ്ത് പോകും കേട്ടോ, പറ്റുന്ന സമയമാണെങ്കിൽ. ചില സമയത്ത് കൈ ഒഴിയാതെ നമ്മൾ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കണേ തന്നെ ഇങ്ങനെ നിൽക്കണം. ഇതാണിപ്പോൾ എൻ്റെ അടുക്കളയിലത്തെ അവസ്ഥ. ഞാൻ ക്ലീനാക്കും, വീണ്ടും കുളമാവും. അതങ്ങനെ തന്നെയാണ് എല്ലാവരും അടുക്കളയല്ലേ. ഞാനിങ്ങനെ രാവിലെ കുളമാവും, പിന്നെ ഞാൻ ഫുള്ളും ക്ലീനാക്കും. എന്നിട്ട് വൈകുന്നേരം വീണ്ടും കുളമാവും. കാരണം വൈകുന്നേരം വീണ്ടും ഫുഡ് ഉണ്ടാക്കുകയാണ് ചെയ്യണത്. വൈകുന്നേരം ഇവിടെ ആരും ഊണ് കഴിക്കത്തില്ല, അപ്പോൾ ഉച്ചത്തേക്ക് മാത്രമാണ് കഴിക്കണം. അപ്പോൾ ഞാൻ വൈകുന്നേരം വീണ്ടും ഫുഡ് ഉണ്ടാക്കണം. ചപ്പാത്തിയോ ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും. രാവിലെ ഇഡ്ഡലിക്ക് സാമ്പാർ വെച്ചാൽ വൈകുന്നേരം നമ്മൾ ആ സാമ്പാർ കൊടുക്കണമെങ്കിൽ ഇവിടെ എല്ലാവരും ചോദിക്കും, അയ്യോ ഇന്ന് വൈകുന്നേരം സാമ്പാറാണോ എന്ന് ഉണ്ടാക്കുന്നവരുടെ കാര്യം. നമുക്ക് കുറച്ച് പണി കൂടുതലാണ് വൈകുന്നേരവും. പിന്നെ അങ്ങനെ എനിക്കും ചോറ് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ തന്നെയാണ് ആദ്യം ഇവരെ ഇങ്ങനെ ശീലിപ്പിച്ചത് കേട്ടോ. അങ്ങനെ പിന്നെ അതും അടച്ചു വെച്ച്. പിന്നെ എനിക്ക് ഇപ്പം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ കേട്ടോ. അപ്പം ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി വന്നപ്പം ആൾ അടുത്തൊരു ചെയറും ഇട്ട് വരും കേട്ടോ. എവിടെ പോലും ചെയറും എടുത്തുകൊണ്ട് വരും. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മുട്ടക്കറിയും ചപ്പാത്തിയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നമ്മൾ കൊള്ളാമെന്ന് പറയണേൽ ഒരു മടിയും കാണിക്കണ്ട കേട്ടോ. നമ്മൾ തന്നെയാണ് പറയേണ്ടത്. ബാക്കി എല്ലാവരും നമ്മൾ ചോദിക്കണം കൊള്ളാമോ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. പക്ഷേ നമ്മളുണ്ടാക്കുന്ന ഫുഡ് കൊള്ളാമെന്ന് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സൂപ്പറായിട്ട് കൊള്ളാമെന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ നമ്മളടുത്ത് വീണ്ടും ഫുഡൊന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മൾ നമ്മൾ വാള മീനാണ്, അപ്പം നമ്മളിങ്ങനെയാണ് വയ്ക്കുന്നത് കേട്ടോ. തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മല്ലിപ്പൊടിയാണ് ആദ്യം ഇടുന്നത്. മല്ലിപ്പൊടിയാണ് മൂക്കാൻ കുറച്ച് പാട്. അപ്പം മല്ലിപ്പൊടി ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉള്ളി ഇട്ട് കേട്ടോ. കുഞ്ഞുള്ളിയില്ലേ
അതിട്ടു, അല്പം ഉപ്പിട്ടു. പിന്നെ നമ്മൾ കുരുമുളകാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഇതിൽ എരി എന്ന് പറയുമ്പോൾ മെയിനായിട്ടും കുരുമുളകാണ് നിൽക്കുന്നത്. ഞാനൊരു കുഞ്ഞു പിടി കുരുമുളക്, നമ്മുടെ കയ്യിലെ കുഞ്ഞു പിടിയില്ലേ, അതിട്ട് അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് മൂത്തതിന് ശേഷം നമ്മൾ തണുക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. നമ്മൾ കറിവേപ്പിലയും ആഡ് ചെയ്ത് ഇനി കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് തണുത്തതിന് ശേഷം മാത്രമാണ് മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കണത് കേട്ടോ. അങ്ങനെ നമ്മൾ കുരുമുളക് എടുത്ത് അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ മിക്സിയുടെ ജാറ് തന്നെ ഞാൻ വച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. അവിടെ ഇരുന്നങ്ങ് തണുത്തോളും. അപ്പോൾ അങ്ങനെ അതും മാറ്റി വെച്ച് പിന്നെ നമ്മൾ ചട്ടി വെച്ച് അടുത്ത് മീൻ കറി വെക്കാനുള്ള സംഭവങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ആക്കി വരുമ്പോൾ അതൊന്ന് തണുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി ഇടാം. അടുത്ത് തന്നെ മോൻ വീണ്ടും ചെയറും എടുത്ത് നടക്കും കേട്ടോ. അവിടെ കയറി നിൽക്കും. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. ഞാൻ എപ്പോഴും ഇറക്കി വിടും, വീണ്ടും വരും, അങ്ങനെയാണ് കേട്ടോ. അവൻ വീണ്ടും ഞാൻ ഇപ്പുറത്ത് വന്ന് ചെയറിട്ടിട്ടുണ്ട്. ഗ്യാസിൻ്റെ അടുത്തായിട്ട് ഞാൻ വീണ്ടും മാറ്റി നിർത്തി, അപ്പുറത്തോട്ട് മാറ്റി നിർത്തി. ഇത് തന്നെയാണ് പണി. പിന്നെ ഓയിൽ ഒഴിച്ച് വീണ്ടും ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ട്. എനിക്കൊരു പേടിയാണ്, അടുത്ത് നിൽക്കുന്നതുകൊണ്ട് എപ്പോഴെങ്കിലും കയറി എന്തെങ്കിലും പിടിച്ചാലേ അവൻ വീണ്ടും വരും. കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാലം ക്യൂരിയോസിറ്റിയാണ് എന്താണ് ചെയ്യണതെന്ന്, പൊട്ടലും ചീറ്റലൊക്കെ കേൾക്കുമ്പോഴേ. പിന്നെ നമ്മൾ ഉലുവയിട്ട് കറിവേപ്പിലയിട്ട് ജസ്റ്റ് ഒന്ന് കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സിയിൽ ഇത് മഷി പോലെ അരയ്ക്കണം കേട്ടോ. ഈ കറിക്ക് നന്നായിട്ട് അരച്ച് മിക്സിയും കൂടി കുറച്ച് നന്നായിട്ട് കഴുകി അതിലുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുറച്ചൊന്ന് തിളച്ച് വന്നപ്പോൾ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. പിന്നെ എനിക്ക് സമയമില്ല നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മീൻ എടുത്ത് ഇടുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിഴിഞ്ഞിട്ടാണ് ഇടുന്നത്. അങ്ങനെ മീനും ആഡ് ചെയ്ത് ഇപ്പോഴും നമ്മളൊന്ന് ജസ്റ്റ് കുറച്ചൊന്ന് ഉപ്പ് നോക്കും കേട്ടോ. അപ്പം മീൻ കറി റെഡിയായി. സൂപ്പറാണ്, നല്ല കറിയായിരുന്നു. ഞാൻ അടുത്ത ദിവസം എടുക്കാൻ വേണ്ടിയിട്ടാണ് വച്ചിരുന്നത്, എന്നാലും ഞാനൊരു കഷ്ണം എടുത്ത് കേട്ടോ. അങ്ങനെ നമ്മൾ പുളിശ്ശേരി, കോവയ്ക്ക, മീൻ വറുത്തത്, മീൻ കറി എല്ലാം കൂടി വെച്ച് നമ്മൾ കഴിച്ചു കേട്ടോ. മോനും കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ലവ് യു ഓൾ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.